പ്രാക്ടിക്കൽ പ്രോബ്ലം 3 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുക. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് മെറ്റീരിയൽ എ എത്ര രൂപയാണ്? 1, വിച്ച് മീൻസ് അതാണ് ഇത് സ്റ്റാൻഡേർഡ് റേറ്റ്. നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ ക്വസ്റ്റ്യല്ലേ? ഞാൻ നോട്ട് ചെയ്ത് തരണ വേണ്ടല്ലോ, ഒന്ന് പൊട്ടം ബിസ്ക്കറ്റ് ഉണ്ടായിരിക്കാം. സ്റ്റാൻഡേർഡ് റേറ്റ് മെറ്റീരിയൽ ബിയുടെ എത്രയാ? 2. ഓക്കെ അല്ലേ? അടുത്ത മെറ്റീരിയൽ ഇഷ്യൂഡ് എന്ന് പറഞ്ഞില്ലേ, എന്താ ഉദ്ദേശിച്ചത് നോക്കടാ. അപ്പം ഇതാണ് എന്ത് സ്റ്റോർ എന്ന് വിചാരിക്കാം. സ്റ്റോറിൽ നിന്ന് റോ മെറ്റീരിയൽ എങ്ങോട്ട് ഇഷ്യൂ ആണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്യണം അല്ലേ? ഇതിനാണ് നമ്മൾ ഫിഫോ ലിഫോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റോഴ്സ് ലെഡ്ജറൊക്കെ പഠിച്ചില്ലേ, ഈ ഇഷ്യൂ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഷ്യൂ ഇതെന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിച്ചത്? ഇഷ്യൂ ചെയ്തിട്ട് അവരെന്താ ചെയ്യാം? യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം മെറ്റീരിയൽ എന്താ ഉദ്ദേശിച്ചത്? കൺസ്യൂംഡ് ആണ് ഉദ്ദേശിച്ചത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. നോട്ട് ചെയ്യാം, ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? യൂസ്ഡ് അഥവാ ആക്ച്വലി യൂസ്ഡ് ഇല്ലേ ബുക്കിൽ അതിൽ. അപ്പോൾ മെറ്റീരിയൽ എ എത്ര യൂസ് ചെയ്തിട്ടുണ്ട്? 2050 പീസ്. മെറ്റീരിയൽ ബി എത്ര യൂസ് ചെയ്തിട്ടുണ്ട്? ഇതാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി, AQ. കിട്ടിയില്ലേ? ദെൻ അടുത്ത പറഞ്ഞു മെറ്റീരിയൽ എ വാസ് പർച്ചേസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 2. അപ്പോൾ ആക്ച്വൽ റേറ്റ് ആണ് ഈ 1ഉം പിന്നെ ഏതാണ് 2. ഇത് രണ്ടും ഏതാ? ആക്ച്വൽ റേറ്റ് ആണ്. ഓക്കെ ആണോ? കാൽക്കുലേറ്റ് മെറ്റീരിയൽ ഏതാണ്? പ്രൈസ് വാരിയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അതേ പറ്റുള്ളൂ. പ്രൈസ് വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് മാത്രം പറഞ്ഞാൽ മതി. ഏതാ? 3 - 2 അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? 1 ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. 1 ഫില്ല് ചെയ്യാനുള്ള സാധനം ഇതിൽ ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മാത്രം മതി. അപ്പോൾ പറയും 2 എങ്ങനെയാ? 2ഉം 3ഉം ഫില്ല് ചെയ്യണം അല്ലേ? 2 എങ്ങനെ പറയും? 2 എങ്ങനെ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. പിന്നെ 3 ഏതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഏതിൻ്റെയൊക്കെ? ആദ്യം ഏതാണ്? 2 ടൈപ്പ് ഉണ്ട്. മെറ്റീരിയൽ എയുടെ ഉണ്ട്. എയുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 2050 ഇൻറ്റു ആക്ച്വൽ റേറ്റ് എത്ര? എയുടെ 1. അപ്പോൾ എത്ര തന്നെ വരും? 2050. എയുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി 2050. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? അത് 1 തന്നെ അല്ലേ? അപ്പോൾ എത്ര വരും? 2050. ബിയുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 2980 ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എത്രയാണ്? ബിയുടെ ആക്ച്വൽ പ്രൈസ് ഇതല്ലേ? 2.10 അല്ലേ? എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താൽ 6200. ഓക്കെ അല്ലേ? ഇതല്ലേ? യെസ്. അടുത്ത അപ്പുറത്ത് എങ്ങനെയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ബി 2980 ഇൻറ്റു ആക്ച്വൽ റേറ്റ് ഓഫ് ബി എത്രയാണ്? ദ മോളിൽ. ഓക്കെ യെസ്. ആക്ച്വൽ റേറ്റ് അല്ല, ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. സോറി, 2 ആണ്. അപ്പോൾ എത്ര വരും? എത്ര? ഓക്കെ. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഏതൊക്കെയാണ് രണ്ടും കൂടെ എന്ന് പറഞ്ഞാൽ? 2050ഉം 6258. എത്ര വരും? 8307 പിന്നെ 308. ഓക്കെ. മറ്റ് ഇത് രണ്ടും കൂടെ 2050ഉം 5960. എത്ര വരും? 8000. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടെ ഡിഫറൻസ് കണ്ടാൽ എത്ര കിട്ടും? 8308 മൈനസ് 8010 എത്ര വരും? 298. എന്താ? അഡ്വൈസാ ഫേവറബിളാ? 3 - 2 ആണ് കാണേണ്ടത് കേട്ടോ. 2 - 3 അല്ലേ? ഇതിൽ നിന്ന് ഇത് ലെസ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ പാറ്റേൺ എങ്ങനെയാ? 3യിൽ നിന്നും 2 ആണ്. അപ്പോൾ മൈനസ് വരും. അപ്പോൾ ഏതാണ്? അഡ്വൈസാണ്. ഓക്കെ അല്ലേ? ടെക്സ്റ്റിൽ ഇത് കണ്ടിട്ടുള്ളത് എയുടെ വേറെയും ബിയുടെ വേറെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കാണാം. കുഴപ്പമില്ലല്ലോ? യെസ്. ഇപ്പം ഇത് മതി നെറ്റ്. ഇനി വേറൊരു ആംഗിൾ ഞാൻ ചോദിക്കട്ടെ. ഇതിലൊരു പ്രത്യേകത, എയുടെ മാത്രം എടുത്താൽ നോക്കി നോക്ക്, എക്ക് എന്തില്ല? പ്രൈസ്. എക്ക് പ്രൈസ് വാരിയൻസ് ഇല്ല ഇതിൽ. നിങ്ങൾ
കണ്ട എയുടെ മാത്രം നിങ്ങൾ 3 - 2 എയുടെ 3 എത്രയാ 2050, 2 എത്രയാ 2050. അപ്പോൾ എക്ക് എന്തില്ല പ്രൈസ് വാരിയൻസ് ഇല്ല എന്നുള്ളത് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലായിക്കൂടെ. കാരണം എന്താ നമ്മൾ ആക്ച്വൽ പ്രൈസ് ഒന്നല്ല വന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1 അല്ലേ. ഇനി മറ്റേ പ്രൈസ് വാരിയൻസ് കാണാൻ വേണ്ടി വേറൊരു ഇക്വേഷൻ ഞാൻ ഇതിന്ന് സെറ്റ് ചെയ്ത് തരട്ടെ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കണം. ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യനിലൊക്കെ തരുമ്പോൾ എന്ത് ചെയ്യും ഇതേ രീതിയിലൊക്കെ തന്നേക്കാം. ഇതെങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ വേറെ ഒരു സിംഗിൾ ഇക്വേഷൻ ആക്കാൻ പറ്റുമെന്നറിയോ? ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ, ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ ഞാൻ ആക്ച്വൽ ക്വാണ്ടിറ്റി എടുത്തു, രണ്ടിടത്തും ഒന്നല്ലേ. നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ട് ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് അല്ല ഇവിടെ എടുക്കുക, ഇവിടെ ഏതാ പ്രൈസാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ആണോ ഈ ചേഞ്ച് ഉണ്ടാക്കിയത് വെച്ചാൽ അല്ല. ഓക്കെ അല്ലേ. ക്വാണ്ടിറ്റിയുടെ വോളിയത്തിൽ വേറെ നമ്മൾ എന്ത് ചെയ്യും റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രൈസേ നോക്കുന്നുള്ളൂ. ഇൻറ്റു ഏത് പ്രൈസ് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മതി? ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് പ്രൈസും. അപ്പോൾ ഇൻറ്റു ഏതാ ആക്ച്വൽ പ്രൈസ് മൈനസ് ഏതാ സ്റ്റാൻഡേർഡ് പ്രൈസ്. ഓക്കെ അല്ലേ, ഇങ്ങനെ കണ്ടൂടെ. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇവിടെ ഇപ്പോൾ ഞാൻ എയുടെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എക്ക് എന്തില്ല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ബിയുടെ മാത്രം എടുത്താൽ മതി. എക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, സംശയമില്ലല്ലോ, ചെയ്തിട്ട് കാര്യമില്ല. ബിയുടെ നിങ്ങൾ കണ്ട ആക്ച്വൽ ക്വാണ്ടിറ്റി 2980 അല്ലേ, ഇൻറ്റു നിങ്ങൾ പ്രതീക്ഷിച്ച പ്രൈസ് എത്രയാ 2 അല്ലേ. പക്ഷെ ഇവിടെ എത്ര വന്ന് 2-നേക്കാൾ കൂടുതൽ വന്നില്ലേ അല്ല മക്കളെ, അല്ലേ. ആക്ച്വൽ പ്രൈസ് എത്ര 2 അല്ലേ, 2 മൈനസ് സ്റ്റാൻഡേർഡ് 2.10. അപ്പോൾ 2980 ഇൻറ്റു 0.10 എത്ര തന്നെ വരും? 29.8 വരും. ഇതെന്താ അഡ്വേഴ്സ് ആണ്. എങ്ങനെ മനസ്സിലാക്കുക? അഡ്വേഴ്സ് മൈനസ് വന്നു എന്ന രീതിയിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ എന്ത് 2 രൂപയാണ് പ്ലാൻ ചെയ്ത്, പക്ഷെ എത്ര വന്നു 2 രൂപ 10 പൈസ. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 പൈസ എക്സ്ട്രാ അല്ല വന്ന്. ഇങ്ങനെ എത്ര യൂണിറ്റിന് 2980 യൂണിറ്റിന് നമ്മൾ എക്സ്ട്രാ 10 രൂപ വെച്ച് കൊടുത്തപ്പോൾ നമുക്ക് ടോട്ടൽ 290 രൂപ കൂടുതൽ വന്നു. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ടെക്സ്റ്റിൽ എങ്ങനെ ആവും? ഇതായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഞാൻ കാര്യം പറയുന്നത്, ചെറിയ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും പഠിച്ച് കൺഫ്യൂസ്ഡ് ആവുമെന്ന് പറയരുത്, രണ്ടും ഒന്നാണ്. ഓക്കെ അല്ലേ? ഇതിങ്ങനെയും വേണ്ടി വരും ചിലപ്പോൾ ചില സമയത്ത്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇത് കാണാപ്പാടം പഠിക്കണ്ട, നിങ്ങൾ ഏതിൽ നിന്ന് ഉണ്ടാക്കിയാൽ മതി, ഇത് എഴുതുക ആദ്യം, എന്നിട്ട് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിക്കുകയാണെന്ത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് ഈ ഇക്വേഷൻ പെട്ടെന്ന് പറഞ്ഞ് എനിക്കറിയില്ല, ഞാൻ ആലോചിക്കണം 1, 2 എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും ഏതിലാണ് വ്യത്യാസം, പ്രൈസിലാണ്. അപ്പോൾ ഒന്ന് ആക്ച്വൽ പ്രൈസ് ആവും, പിന്നെ ഏതാവും സ്റ്റാൻഡേർഡ് പ്രൈസും. ക്വാണ്ടിറ്റി ഏതായിരിക്കും? ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇക്വേഷൻ സെറ്റ് ചെയ്യുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ഡിഫറൻസ് ഇൻ ഏതാണ്? പ്രൈസ്. ഡിഫറൻസ് ഇൻ പ്രൈസ്. അതിൽ ബഡ്ജറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് പ്രൈസിനേക്കാൾ കൂടുതൽ ആക്ച്വൽ പ്രൈസ് വന്നാൽ അത് ഏതാവും? ഇൻവേഴ്സ് ആവും, വിച്ച് മീൻസ് അഡ്വേഴ്സ് ആവും. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിനേക്കാൾ കുറവ് വന്നാൽ അത് ഏതാവും? ഫേവറബിൾ ആവും. അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതും കൂടെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക, എഴുതാത്തവർ.